ഞാൻ അടുപ്പത്ത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടേ ഒരു ചട്ടി വാങ്ങിയിട്ടുണ്ട്. മൺചട്ടി. ഇതാ 100 രൂപയാട്ടെ ഈ ചട്ടിയുടെ വില. അത് അതിൽ എഴുതി കാണാനുണ്ട്. പിന്നെ ഇത് ഞാനേ നമ്മുടെ നാടൻ രീതിയിൽ പണ്ടൊക്കെ അമ്മമ്മമാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പോഴും ചെയ്യണവരൊക്കെ അപൂർവമൊക്കെ ഉണ്ടാവും. ഞാൻ ഉമി ഇട്ടിട്ട് ഇത് മയക്കിയെടുക്കട്ടെ ചെയ്യുന്നത്. ഉമിയിട്ട് കത്തിച്ചിട്ട് ഇപ്പൊക്കെ എല്ലാവരും എണ്ണ തേച്ച് വെക്കുക, കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ടൊക്കെ വെക്കാം. പിന്നെ മയക്കിയ ചട്ടി വാങ്ങിക്കാൻ കിട്ടും. കണ്ണൂരേക്ക് ഇതിന് ചട്ടി കനിക്കുക എന്നൊക്കെ കേട്ടോ പറയാ. ഇവിടെ മയക്കുക എന്നാണ് പറയാറ്. അപ്പോൾ ഞാനിത് എങ്ങനെ മയക്കിയെടുക്കണത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അടുപ്പിൽ കത്തിച്ച് അതിൻ്റെ മേലെ ചട്ടി വെച്ച് നിറച്ച് ഉമിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് കത്തിക്കണം. കുറച്ച് സമയം പിടിക്കും ഇത് ആവാൻ. ഉമിയൊക്കെ നന്നായി ചൂട് പിടിച്ചിട്ടാകുമ്പോൾ ഇങ്ങനെ പുകഞ്ഞ് വരും. അപ്പോൾ നമ്മളൊരു തേക്കനൽ കോരി അതിലിട്ട് കൊടുക്കണം. അങ്ങനെ ഉമ്മി മുഴുവൻ കത്തി തീരണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഇറക്കി വയ്ക്കുക. കുറച്ച് സമയം, അധിക സമയം വേണം ഇതാവാൻ. ഇപ്പോൾ ഇതിനൊന്നും ആരും മെനക്കെടാറില്ല കേട്ടോ. എല്ലാവരും വാങ്ങിക്കണ കറുത്ത ചട്ടി വാങ്ങിക്കുക ചെയ്യുക. അതാകുമ്പം കുറച്ച് വെളിച്ചെണ്ണ തേച്ച് വെച്ച് ഉപയോഗിക്കുക. ഇതിനൊന്നും ആരും സമയം കളയാറില്ല. ഞാൻ പക്ഷെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ മയക്കിയെടുക്കുന്ന ചട്ടിക്ക് ഈടും കൂടും. പിന്നെ കുറേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഉറപ്പും ഉണ്ടാവും. ഒക്കെ നല്ലതാണ്. ചട്ടി നല്ല ചൂടായി കഴിഞ്ഞ് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ അടിയൊക്കെ ഒന്ന് ഇളക്കി മേലോട്ടാക്കി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ കറുത്ത് വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്നും കൂടിയൊക്കെ ഇതാവണേ. അതിനുശേഷം നമ്മളിതിൽ തീക്കനൽ കോരി ഇട്ട് കൊടുക്കണം. ഉമ്മിയൊക്കെ നന്നായി ചൂട് പിടിച്ച് കരിഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈ കനൽ കോരിയിടാം കേട്ടോ. ഇത് മൊത്തം കരിഞ്ഞ് ഉമ്മിക്കരിയായി മാറണം. ഇത് പല്ല് തേക്കാനൊക്കെ ഉപയോഗിക്കുക കേട്ടോ. വയസ്സായവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ അവരൊക്കെ ഇതുകൊണ്ടല്ലേ പല്ല് തേക്കുക. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന കോൾഗേറ്റ് പോലെയുള്ള പേസ്റ്റിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഉമിക്കരി കൊണ്ട് പല്ല് തേക്ക് നമ്മളെ പല്ലിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ എല്ലാവരും മറന്നുപോയി തുടങ്ങി. ഇങ്ങനെ മയക്കണ ചട്ടി ഒന്നും കൂടി നന്നായി വെന്ത് കിട്ടും കേട്ടോ. അതാണ് നമുക്ക് ചട്ടിക്ക് ഉറപ്പ് കൂടുന്ന് പറയണത്. ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പം തന്നെ മയക്കിയ ചട്ടിക്ക് അത്രത്തോളം ഉറപ്പ് കിട്ടണമെന്നൊന്നുമില്ല. ഇതാണ് ഇത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെ. ഇത് കണ്ട ചട്ടിയിൽ ഉമിയൊക്കെ കത്തിത്തുടങ്ങി. ഇതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതൊക്കെ ഉണ്ടാവുകയെ. പക്ഷെ ഞാൻ ചെയ്യണത് ഞാൻ ഒന്ന് കാണിച്ചു തരാമെന്ന് മാത്രം കേട്ടോ. എനിക്ക് വലിയ അറിവൊന്നും ഇല്ല. എന്നാലും ഞാൻ ചെയ്യുന്ന ഈ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നെന്ന് മാത്രം. ഉമിയൊക്കെ മൊത്തം കത്തിക്കരിഞ്ഞ് ഉമിക്കരിയായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ തീയൊക്കെ പിരിഞ്ഞ് വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇത് പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കണം. ഒന്ന് ചൂട് പോയപ്പോഴോ ഞാൻ ആ ചട്ടിയിൽ ഉമിക്കരിയൊക്കെ മാറ്റിയിട്ട് അത് അവിടെ ഞാനൊരു ടിന്നിലിട്ട് വയ്ക്കും. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. എന്നാൽ ചട്ടീൻ്റെ ഉള്ളൊക്കെ നന്നായി കറുത്ത് വന്നുകൊണ്ട് നല്ല ഒന്നും കൂടി ചട്ടി വെന്ത് കിട്ടി. ഇതിലൊക്കെ നമ്മൾ അട ചുട്ട് കഴിച്ചാലുണ്ടല്ലോ നല്ല ടേസ്റ്റും നല്ലൊരു മണവും കിട്ടും. മൺചട്ടീൻ്റെ ചുട്ടെടുത്ത അട. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് കഴുകി എടുക്കണേ. കഴുകിയപ്പോൾ ഒന്ന് കരിയൊക്കെ നമുക്ക് തേച്ച് കഴുകി കളയണം. ഇതിൻ്റെ ചട്ടിയൊക്കെ ഞാൻ നന്നായി ഉരച്ച് കഴുകി കരിയൊക്കെ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഇത്തിരി എണ്ണയൊക്കെ പറ്റിക്കൊടുത്ത് സുന്ദരിയാക്കിയിട്ടുണ്ട്. ഒഴിവുള്ളപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള വയസ്സായവരൊക്കെ ചെയ്യുന്ന ജോലിയാണ്. ഇപ്പോഴൊന്നും ആരും അങ്ങനെ തിരക്കാരനൊന്നും ചെയ്യാൻ മെനക്കെടാറില്ല. പിന്നെ ഇതിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതാണ് നമുക്ക് നല്ലത്. മൺപാത്രങ്ങളിലൊക്കെ നോൺ സ്റ്റിക്കിനേക്കാളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.